കോഴിക്കോട് ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച വിധി പറയും. കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ആകാശ് തലത്തിലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആകാശ്, എന്തായാലും വിധി പറയുകയാണ്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവം കൂടിയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് കോടതി ഇത് നോക്കിക്കാണുന്നത്? മറ്റു വിവരങ്ങൾ. സ്വാതി, ദീപക് സ്വയം ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഷിംഷിത മുസ്തഫയ്ക്ക് സമർപ്പിച്ച ജാമ്യ ഹർജിയിലായിരുന്നു ഇപ്പോൾ 27ലേക്ക് വിധി മാറ്റിവെച്ചിരിക്കുന്നത്. ഷിംഷിത കഴിഞ്ഞ 4 ദിവസമായി മഞ്ചേരി സബ് ജയിലിലാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ അവർ നൽകിയ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ വിധി 27ലേക്ക് മാറ്റിയിരിക്കുന്നത്. കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി 27ലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് തന്നെ പ്രതിഭാഗമായിട്ടുള്ള ഷിംജിത മുസ്തഫയുടെ അഭിഭാഷകൻ പറയുന്നു, ഈ കേസ് കെട്ടിച്ചമച്ച ഇത്തരത്തിൽ ഈ യുവതി ബസ്സിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന രീതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ പ്രതിഭാഗമായിട്ടുള്ള പ്രോസിക്യൂഷൻ ആയാലും അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അഡ്വക്കേറ്റ് ആയാലും അവർ ഈ കാര്യം ഇത് തെറ്റാണ്, ഇത്തരം വീഡിയോ പ്രചരിച്ചതിൻ്റെ ഭാഗമായാണ് മകൻ മാനസികമായി പ്രശ്നത്തിലായിരുന്നു, അതിനുശേഷം മനം തൊന്നാണ് ജീവനൊടുക്കിയെന്ന് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ വിധി 27ലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും 4 ദിവസമായി ഷിംഷിത ഈ മഞ്ചേരി സബ് ജയിലിൽ തുടരുകയാണ്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് 17-ാം തീയതിയാണ് ഇത്തരത്തിലുള്ളൊരു ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അതിന് പിന്നാലെയായിരുന്നു ദീപക് സ്വയം വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്. അതിനുശേഷം മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പിന്നീട് അതിൻ്റെ അകത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംഷിതയ്ക്കെതിരെ കേസെടുക്കുകയുമായിരുന്നു. അതിനെ തുടർന്ന് ഷിംഷിത ഒളിവിൽ പോവുകയും പിന്നീട് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. അത് പിന്നീട് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇവർ സമർപ്പിച്ച ജാമ്യ ഹർജിയാണ് 27ലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. സ്വാതി. ശരി ആകാശ്.